അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിത് പറയുന്നത് മുസ്ലിമായ സ്ത്രീകളോടാണ്. അല്ലാതെ പേരൊക്കെ മുസ്ലിം പേരാണ്, കാട്ടിക്കൂട്ടുന്നതൊക്കെ കാഫിറുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യവും അത്തരത്തിലുള്ള സ്ത്രീകളോടല്ല. പടച്ച റബ്ബിനെ പേടിയുള്ള, നാളെ നരകത്തിൽ കടക്കേണ്ട ഒരവസ്ഥ വരരുത് എന്ന് ചിന്തയുള്ള ചില പാവപ്പെട്ട സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരുപക്ഷെ അവർക്ക് അറിയാതെ പറ്റുന്ന തെറ്റുകളാവാം. ഇനി മുതൽ ഇത്തരം തെറ്റുകൾ പറ്റാതിരിക്കാനാണ് ഈ വീഡിയോ. ഒരു അന്യ പുരുഷന് അന്യ സ്ത്രീയെ നോക്കൽ ഹറാമാക്കിയിട്ടുണ്ട്. നോക്കപ്പെടാൻ അത്തരത്തിൽ രീതിയിലുള്ള അണിഞ്ഞൊരുങ്ങലായിരിക്കും. അതിൻ്റെ ശിക്ഷ അവരറിയാതെ തന്നെ അവരുടെ പേരിൽ എഴുതി വെക്കും. നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കല്യാണം പോലെയുള്ള പരിപാടികൾ, അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ പോവുകയാണെങ്കിൽ വളരെയധികം ഒരുങ്ങിയിട്ടായിരിക്കും പോവുക. എന്നാൽ എത്ര ആളുകൾ നിങ്ങളെ നോക്കുന്നുണ്ടാവും? നോക്കാൻ കാരണം നിങ്ങൾ തന്നെയാവും. അത്തരത്തിലായിരിക്കും നിങ്ങളുടെ മേക്കപ്പും വസ്ത്രധാരണയും. അങ്ങനെ മറ്റുള്ളവരെ അറിയണം ഞാൻ എത്രമാത്രം സുന്ദരിയാണെന്ന്. അതിനുവേണ്ടി എന്തുമാത്രം ഭംഗിയാവാൻ കഴിയുമോ അതിൻ്റെ ടോപ്പ് ലെവലിലായിരിക്കും നിങ്ങളുടെ അണിഞ്ഞൊരുങ്ങൽ. അങ്ങനെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, പല ആളുകൾ നിങ്ങളെ നോക്കുന്നു നിങ്ങളുടെ ഭംഗി കണ്ടിട്ട്. എന്നാൽ ഒന്ന് ഓർത്തോളൂ, അതിൻ്റെയൊക്കെ ശിക്ഷ നിങ്ങളുടെ പേരിൽ ഉണ്ടാവും. അങ്ങനെ നാളെ മഹ്ശറിൽ ചൊല്ലുമ്പോൾ നിന്നിലേക്ക് നോക്കിയ ആളുകൾ നിങ്ങൾക്ക് എതിര് നിൽക്കും. അവർ റബ്ബിനോട് പറയും, അല്ലാ, ഇവർ അത്തരത്തിൽ അണിഞ്ഞൊരുങ്ങി എൻ്റെ മുന്നിലൂടെ പോയി, ഞാനപ്പോൾ അവരിലേക്ക് ആകർഷിക്കപ്പെട്ടു പോയി, എന്നോട് പൊറുക്കണം അല്ലാ എന്ന്. അങ്ങനെ ആ കുറ്റങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഇത്തരം സ്ത്രീകളെ വലിച്ചിഴച്ച് കൊണ്ടുപോയി നരകത്തിലേക്ക് എറിയപ്പെടും. റബ്ബ് കാക്കുമാറാകട്ടെ. പറ്റിപ്പോയ തെറ്റിൽ തൗബ ചെയ്യുക, ഇനി തെറ്റ് ചെയ്യാതിരിക്കുക. ഇതിനർത്ഥം മേക്കപ്പ് ഒക്കെ ഒഴിവാക്കണമെന്നല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ കല്യാണം കഴിച്ച സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി കുറച്ചൊക്കെ അണിഞ്ഞൊരുങ്ങാം. നിങ്ങൾക്ക് നന്നാവാൻ ഇതൊരവസരമായിരിക്കും. അതാണ് ഈ വീഡിയോ റബ്ബ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. ഇനി മുതലെങ്കിലും നന്നാവാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ.